السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏപ്രിൽ മാസം 26-ാം തീയതി അന്നുഫൂസു ത്വയ്യിബ, പവിത്രമായ മനസ്സുകൾ എന്ന ശീർഷകത്തിൽ മനസ്സും ശരീരവും വിശുദ്ധമാവേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ, തഖ്വ ഉള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തഖ്വയാണ് നമ്മുടെ മനസ്സിന് നല്ല ഗുണങ്ങൾ സമ്മാനിക്കുന്നത്. തഖ്വയിലൂടെയാണ് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സുന്ദരമാവുന്നത്. തഖ്വയുണ്ടാവുമ്പോഴാണ് ജീവിതത്തിൽ നാം സന്തുഷ്ടരാകുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നാം വിജയിക്കുന്നതും തഖ്വയിലൂടെയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പുനർവിചിന്തനം നടത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന, ധാരാളമായി ഖുർആനിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഖുർആനിക ആയത്തുകളിൽ ആ ആശയത്തെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിച്ചിരിക്കുന്ന 40-ലധികം തവണ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്ന സവിശേഷമായ ഒരു ഗുണമുണ്ട്. ആ ഗുണമാണ് നന്മ, പവിത്രത എന്ന് പറയുന്നത്. ജീവിതത്തിൽ എവിടെ വിശുദ്ധിയുണ്ടോ, പവിത്രതയുണ്ടോ, അവിടം സുന്ദരമായിരിക്കും. എവിടെ നിന്ന് പവിത്രത അകന്നുപോകുന്നുവോ, ഇല്ലാതാക്കപ്പെടുന്നുവോ, അവിടം വികൃതമായിരിക്കും. പവിത്രമാവുമ്പോഴാണ്, വിശുദ്ധമാവുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതും അത്യുന്നതനായ രക്ഷിതാവിലേക്ക് ഉയർത്തപ്പെടുന്നതും. പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതേ, സംശുദ്ധമായതേ അവൻ സ്വീകരിക്കുകയുള്ളൂ. അതായത് നല്ല മനസ്സുകളിൽ നിന്നുള്ള നല്ല കർമ്മങ്ങൾ, ആ മനസ്സുകളിൽ ആരോടും വെറുപ്പില്ല, അസൂയയില്ല. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ അവർക്കും സന്തോഷദായകമായിരിക്കും. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്കും ആനന്ദം പകരും. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ നല്ല മനസ്സുള്ളവർ, പവിത്രമായ ചിന്തയുള്ളവർ, ലൈസ ബിത്ത്വആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദി, അവൻ ആക്ഷേപങ്ങൾ പറയുന്നവനല്ല, ശാപവാക്കുകൾ ഉരുവിടുന്നവനല്ല, മോശം പ്രകൃതക്കാരനോ വഷളായ രീതിയിൽ പ്രതികരിക്കുന്നവനോ അല്ല. തൻ്റെ സഹോദരന്റെ ദുഃഖത്തിൽ അവൻ സന്തോഷിക്കുകയില്ല, അവർക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയില്ല. സ്വസ്ഥതയോടെയാണ് അവൻ ജീവിക്കുന്നത്. അനുഗ്രഹവും സമാധാനവും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഒരു വചനം സൂചിപ്പിക്കുന്നത് പോലെ, ത്വീബുൻ നഫ്സി മിനൻ നഈം, നല്ല മനസ്സുണ്ടാവുക എന്നത്, പവിത്രമായ ചിന്താഗതിയുണ്ടാവുക എന്നത് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. സത്യവിശ്വാസികളെ, നല്ല മനസ്സുള്ളയാളുകൾ, അവരുടെ മനസ്സിൻ്റെ നന്മ അവരുടെ ശക്തിയുടെ സൂചനയാണ്, അവരുടെ സുസ്ഥിരതയുടെ നിദർശനമാണ്. നന്മയുടെ സാഹചര്യങ്ങളിൽ അവരുടെ നന്മ കൊണ്ട് നാം അവരെ മനസ്സിലാക്കും. എന്നാൽ പ്രതിസന്ധികളിൽ അവരുടെ യഥാർത്ഥ ഗുണം നമുക്കനുഭവിക്കാനുമാകും. അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മാനവിക ഗുണങ്ങളുടെയും ആളുകളാണവർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ, അവർ കമസലിൻ നഹ്ല അക്കലത് ത്വയ്യിബ വവളഅത് ത്വയ്യിബ, അവർ തേനീച്ചയെപ്പോലെയാണ്. നല്ലതാണു ഭക്ഷിക്കുന്നത്, തിരിച്ചു തരുന്നതും സംശുദ്ധമായതാണ്, നല്ല തേനാണ്. സേവന പ്രവർത്തനങ്ങളിൽ അവർ സദാ സന്നദ്ധരായിരിക്കും.
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാൻ അവർ മുൻനിരയിലുണ്ടാകും. അത്തരം ആളുകളുടെ നിറമോ മതമോ രാജ്യമോ അവർ പരിഗണിക്കുകയില്ല. അവരെപ്പോഴും രാജ്യത്തിൻ്റെ സൽപ്പേരിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കും. രാജ്യത്തിൻ്റെ നന്മകളാണ് അവർ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. രാജ്യത്തെ ഓരോ സമ്പത്തും സംരക്ഷിക്കുവാൻ അവർ പ്രതിജ്ഞാബദ്ധരായിരിക്കും. സ്വന്തം രാജ്യം വീടിനേക്കാൾ അവർക്കു പ്രിയങ്കരമാണ്. ആ രാജ്യത്തു ജീവിക്കുന്ന ഓരോരുത്തരും സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെ അവർക്ക് പ്രധാനപ്പെട്ടവരാണ്. രാജ്യത്തിൻ്റെ ശത്രുക്കളും അസൂയക്കാരും പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ അവർ ശ്രദ്ധിക്കുകയേയില്ല. അവരെപ്പോഴും ഖുർആൻ പറഞ്ഞതുപോലെ അവരേർപ്പെട്ടിരിക്കുന്ന ഉടമ്പടികൾ പൂർണ്ണമായി പാലിക്കുന്നവരാണ്. അവർക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരിക്കുന്ന വലിയ സന്തോഷ വാർത്തയുമുണ്ട്. പ്രവാചകർ പറഞ്ഞു, ഖിയാറുന്നാസി അൽ മൂഫൂന ത്വയ്യിബൂൻ, ജനങ്ങളിലെ ഏറ്റവും നല്ലവർ ഉടമ്പടികൾ പൂർത്തീകരിക്കുന്ന സംശുദ്ധരായ ആളുകളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പവിത്രമായ മൂല്യങ്ങളെക്കുറിച്ച് ബോധമുള്ള സത്യവിശ്വാസികളെ, നാം ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് പുഞ്ചിരിയോടെയാണ്. ഏറ്റവും നല്ല അഭിവാദ്യം കൊണ്ടാണ് നാം അവരെ സ്വീകരിക്കേണ്ടത്. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ പവിത്രമായ അഭിവാദ്യം കൊണ്ട് നാം ജനങ്ങളെ സ്വീകരിക്കണം. പ്രവാചകര് പഠിപ്പിച്ചിട്ടുണ്ട്, വഅതീബുൽ കലാം, നിങ്ങൾ പവിത്രമായ സംശുദ്ധമായ സംസാരമേ നടത്താവൂ എന്ന്. അതുകൊണ്ട് നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും പവിത്രമാവണം, തെളിമയുള്ളതായിരിക്കണം. നല്ല വാക്കുകളെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയരുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത സന്ധാരണ മാർഗങ്ങളും പവിത്രമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. നാം ചെയ്യുന്ന ജോലികളിൽ, നാം വ്യാപൃതരാകുന്ന വ്യവഹാരങ്ങളിൽ നിന്ന് നാം അത് നേടിയെടുക്കണം. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ജനങ്ങളെ ഭൂമിയിലെ വിഭവങ്ങളിൽ നിന്ന് അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഏറ്റവും പവിത്രമായതാണ് നാം ചെലവഴിക്കേണ്ടത്. അള്ളാഹു ഓർമ്മപ്പെടുത്തി, മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന ഉത്തമമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അതായത് നാം ചെലവഴിക്കുന്നത് പവിത്രമായിരിക്കണം, നല്ല മനസ്സോടെയായിരിക്കണം. അവയെക്കുറിച്ച് പിന്നീട് എടുത്തു പറയുകയോ അതു നൽകപ്പെട്ടവന് നാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയോ ചെയ്യരുത്. നമ്മുടെ കുടുംബങ്ങളെ നാം വളർത്തെടുക്കേണ്ടത് നന്മയിലാണ്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വത്വയ്യിബാതു ലിത്വയ്യിബീന വത്വയ്യിബൂന ലിത്വയ്യിബാത്. പരിശുദ്ധരായ സ്ത്രീകൾ പരിശുദ്ധരായ പുരുഷന്മാർക്കുള്ളതാണ്. അതുപോലെ പരിശുദ്ധരായ പുരുഷന്മാർ പരിശുദ്ധകളായ സ്ത്രീകൾക്കുമുള്ളതാണ്. നമ്മുടെ മക്കൾ ദുർരിയതൻ ത്വയ്യിബ, പവിത്രമായ വിശുദ്ധരായ സന്താനങ്ങളായിരിക്കണം. അവർ വളരുന്ന ചുറ്റുപാട് പവിത്രമായിരിക്കണം. അറിവായിരിക്കണം അവരുടെ ആയുധം. അവരുടെ സ്വഭാവങ്ങൾ സുന്ദരമായിരിക്കണം. നാം ഇഷ്ടപ്പെടുന്ന ആളുകളെ നാം നിരന്തരമായി സന്ദർശിക്കുകയും ആ ബന്ധം സുദൃഢമായി നിലനിർത്തുകയും വേണം. പ്രവാചകരു പറഞ്ഞിട്ടുണ്ട്, ഇദാ ആദർ റജുലു അഖാഹു ഔ സാറഹു, നിങ്ങളിലൊരാൾ അയാളുടെ സഹോദരനെ സ്വാഭാവികമായ സന്ദർശനം നടത്തുകയോ അല്ലെങ്കിൽ രോഗിയായിരിക്കെ സന്ദർശിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഖാലല്ലാഹു ലഹു, അല്ലാഹു അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, തിബ്ത വതാബ മംശാക വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സുഹൃതമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. താങ്കളുടെ ഓരോ കാൽപ്പാടുകളും ഓരോ അടികളും സുഹൃതമാണ്. മാത്രമല്ല സ്വർഗത്തിൽ താങ്കൾ ഒരു വീട് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഫല്ലാഹുമ്മ ജഅൽനാ മിൻ അസ്ഹാബിൻ നുഫൂസി ത്വയ്യിബ, അല്ലാഹുവേ നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. വന്നവായ ത്വയ്യിബതി വൽ അഖ്വാലി ത്വയ്യിബ, നല്ല ഉദ്ദേശ്യങ്ങളുടെയും നല്ല വാക്കുകളുടെയും നല്ല പ്രവർത്തനങ്ങളുടെയും ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ മഹത്തായ രാജ്യത്ത് അഥവാ വിശുദ്ധമായ UAE-യിൽ ജീവിക്കുവാൻ നമുക്ക് സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. ബൽദത്തുൻ ത്വയ്യിബ, പവിത്രമായ ഒരു നാടാണിത്. ലോകരക്ഷിതാവായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹ്. നല്ല പ്രദേശത്തെ സസ്യങ്ങൾ അതിൻ്റെ നാഥന്റെ അനുമതിയോടെ കിളിർത്തു വരുന്നു. ഈ രാജ്യത്തിന് സുഭദ്രമായ ഒരു നേതൃത്വമുണ്ട്. പരസ്പരം കരുണ ചെയ്യുകയും സഹായമായി തീരുകയും നന്മയിൽ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുകളെ ഈ രാജ്യം അങ്ങേയറ്റം വിലമതിക്കുന്നുണ്ട്. അത്തരം ആളുകളെ ആദരിക്കുകയും സാധ്യമാവുന്ന അംഗീകാരങ്ങളെല്ലാം അവർക്കു നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മഹത്തായ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നല്ല മനസ്സുകൾക്ക് സ്വാഭാവികമായുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങൾ സ്വാംശീകരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. നമ്മുടെ പവിത്രമായ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ഈ രാജ്യത്തിന് മാതൃകയാവണം. അതുവഴി ഭൗതിക ലോകത്ത് നമുക്ക് നല്ല സ്മരണയുണ്ടാകും, നല്ല പ്രതിഫലനങ്ങളുണ്ടാകും. മാത്രമല്ല പവിത്രമായ ഒരു ജീവിതവും നമുക്ക് സാധ്യമാകും. കാരണം അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. സ്ത്രീയോ പുരുഷനോ ആരാവട്ടെ സത്യവിശ്വാസിയായിരിക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും നാം മെച്ചപ്പെട്ട ജീവിതം നൽകുക തന്നെ ചെയ്യും. ജീവിതകാലത്ത് തൻ്റെ സമയം നന്മകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു നൽകാനിരിക്കുന്ന പ്രതിഫലം ഇങ്ങനെയാണ്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. ശാശ്വതവാസത്തിനായുള്ള സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് ശ്രേഷ്ഠമായ പാർപ്പിടങ്ങളുണ്ട്. എല്ലാത്തിലുമുപരി അള്ളാഹുവിൻ്റെ നിറഞ്ഞ പ്രീതിയും അവർക്കു ലഭിക്കുന്നതാണ്. അത് അതിമഹത്തരവുമാണ്. ഉജ്ജ്വലമായ വിജയവും അതുതന്നെയാണ്. അല്ലാഹുമ്മ ജഅൽനാ ഫിദ്ദുനിയാ ലിസ്സാലിഹാത്തി ആമിലീന വഅലാ ത്വയ്യിബി നുഫൂസിനാ ഹരീസീൻ. അല്ലാഹുവേ, ഭൗതിക ലോകത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായും ഞങ്ങളുടെ നല്ല മനസ്സുകളെ നിലനിർത്തുന്നവരായും നീ ഞങ്ങളെ മാറ്റണമേ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.